DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 2 തിങ്കൾ. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക ഓൺലൈൻ സേവനദാതാക്കളായ അക്ഷയ പദ്ധതി 14 ജില്ലകളിൽ 1037 സ്ഥലങ്ങളിൽ സംരംഭകരെ തിരഞ്ഞെടുക്കുകയാണ്. പൊതുവിഭാഗത്തിൽ 880 പട്ടികജാതി വിഭാഗത്തിൽ 103 പട്ടികവർഗ വിഭാഗത്തിൽ 54 അപേക്ഷ ക്ഷണിച്ചത്. കഴിഞ്ഞ ജനുവരി 1 18 വയസ്സായവരും 50 വയസ്സ് കവിയാത്തവരുമായവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. +2 പ്രീ ഡിഗ്രിയാണ് അടിസ്ഥാന യോഗ്യത. കമ്പ്യൂട്ടർ പരിജ്ഞാനം അഭികാമ്യമാണ്. അധിക യോഗ്യതകൾക്കും വനിതാ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്കും സ്വന്തമായോ വാടകമുറി സൗകര്യമുള്ളവർക്കോ വെയിറ്റേജ് ലഭിക്കും. അപേക്ഷകൾ LBS വെബ്സൈറ്റ് വഴി ഓൺലൈനായാണ് സമർപ്പിക്കേണ്ടത്. മാർച്ച് 7 വരെയാണ് അപേക്ഷിക്കാൻ സാധിക്കുക. അടുത്ത അറിയിപ്പ്, പശ്ചിമേഷ്യൻ സംഘർഷം രൂക്ഷമായ സാഹചര്യത്തിൽ ആഗോള വിപണിയിൽ വൻകുതിപ്പ് നടത്തിയതിന് പിന്നാലെ കേരളത്തിൽ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് പവന് 2400 രൂപ കുറഞ്ഞ് 1,24,520 രൂപയായി. ഗ്രാമിന് 300 രൂപ കുറഞ്ഞ് 15,565 രൂപയുമായി. വില ഇനിയും കൂടുമെന്ന് പ്രതീക്ഷിച്ചപ്പോഴാണ് ഇടിവുണ്ടായത്. അടുത്ത അറിയിപ്പ്, കൃഷിയിടങ്ങളിൽ ആധുനിക ജലസേചന രീതികളായ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ തുടങ്ങിയവ സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന കർഷകർക്ക് സർക്കാർ വലിയ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ഗുണഭോക്താക്കൾക്ക് ചിലവാകുന്ന തുകയുടെ ഏകദേശം 85% വരെ സബ്സിഡിയായി ലഭിക്കാൻ സാധ്യതയുണ്ട്. കൃഷിഭവൻ മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കുറഞ്ഞ അളവിൽ വെള്ളം ഉപയോഗിച്ച് കൃത്യമായി ചെടികളുടെ ചുവട്ടിൽ വെള്ളം എത്തിക്കാൻ സഹായിക്കുന്ന ഇത്തരം സംവിധാനങ്ങൾ സ്ഥാപിക്കുന്നതിലൂടെ ജലനഷ്ടം കുറയ്ക്കാനും വിളവ് വർദ്ധിപ്പിക്കാനും കർഷകർക്ക് സാധിക്കും. സ്വന്തമായി കൃഷിസ്ഥലവും ജലസേചന സൗകര്യവുമുള്ള താൽപ്പര്യമുള്ള കർഷകർക്ക് ഈ സുവർണാവസരം പ്രയോജനപ്പെടുത്താവുന്നതാണ്. ഇതിനായുള്ള കൂടുതൽ മാർഗനിർദ്ദേശങ്ങൾക്കും അപേക്ഷകൾ സമർപ്പിക്കുന്നതിനുമായി അതത് പ്രദേശത്തെ കൃഷിഭവനുമായി ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്ത് ഫെബ്രുവരി മാസത്തെ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതോടൊപ്പം കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വിഹിതം ലഭിക്കുന്നവർക്കുള്ള വിതരണം ഇന്നു മുതൽ സജീവമാകും. BPL മുൻഗണനാ കാർഡുള്ള 60 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ, വിധവകൾ എന്നിവർക്കാണ് നാഷണൽ സോഷ്യൽ അസിസ്റ്റന്റ് പ്രോഗ്രാം വഴി ഈ ആനുകൂല്യം ലഭിക്കുന്നത്. ഈ തുക കൂടി ലഭിക്കുന്നതോടെ ഗുണഭോക്താക്കൾക്ക് ലഭിക്കുന്ന ആകെ പെൻഷൻ തുക 2000 രൂപയായി ഉയരും. 1500, 1800, 1700 എന്നീ തുകകളൊക്കെയാണ് ഇത്തരത്തിൽ കേന്ദ്രവിഹിതം വാങ്ങിക്കുന്നവരുടെ അക്കൗണ്ടിലേക്ക് ആദ്യഘട്ടത്തിൽ എത്തിയത്. ഈ കേന്ദ്രവിഹിതം 8 ലക്ഷത്തോളം വരുന്ന കേന്ദ്ര പെൻഷൻ വാങ്ങുന്നവരുടെ അക്കൗണ്ടിലേക്കാണ് എത്തുക. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ ഫെബ്രുവരി മാസത്തെ റേഷൻ വിതരണം ഇന്നു മുതൽ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ്. AAY മഞ്ഞക്കാർഡിന് 30 കിലോ അരിയും 2 കിലോ ഗോതമ്പും സൗജന്യമായും 3 പാക്കറ്റ് ആട്ട 7 രൂപ നിരക്കിലും ലഭിക്കും. 1 കിലോ പഞ്ചസാര 27 രൂപയ്ക്കും മഞ്ഞക്കാർഡിന് ലഭിക്കും. പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും 4 കിലോ അരിയും 1 കിലോ ഗോതമ്പും സൗജന്യമായി ലഭിക്കും. കാർഡിന് അനുവദിച്ചിട്ടുള്ള ആകെ ഗോതമ്പിന്റെ അളവിൽ നിന്നും 4 കിലോ കുറച്ച് അതിനു പകരം 4 പാക്കറ്റ് ആട്ട 9 രൂപ നിരക്കിൽ ലഭിക്കും. നീലക്കാർഡിലെ ഓരോ അംഗത്തിനും 2 കിലോ അരി വീതം കിലോയ്ക്ക് 4 രൂപ നിരക്കിൽ ലഭിക്കും. കൂടാതെ നീലക്കാർഡിന് അധിക വിഹിതമായി 2 കിലോ അരി കിലോയ്ക്ക് 10 രൂപ 90 പൈസ നിരക്കിലും ലഭിക്കും. അതോടൊപ്പം അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട കിലോയ്ക്ക് 17 രൂപ നിരക്കിൽ ലഭിക്കും. വെള്ളക്കാർഡിന് ഇത്തവണ 6 കിലോ അരിയുണ്ട്. 10 രൂപ 90 പൈസ നിരക്കിലാണ് ലഭിക്കുക. അതോടൊപ്പം അതാത് താലൂക്കിലെ സ്റ്റോക്ക് അനുസരിച്ച് കാർഡിന് 1 കിലോ മുതൽ 4 കിലോ വരെ ആട്ട 17 രൂപ നിരക്കിൽ ലഭിക്കും. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.